ഇപ്പോൾ ശ്രീ ഗോപകുമാർ, ഇപ്പോൾ ഈ വികസനത്തെക്കുറിച്ചും വികസനമില്ലായ്മയെക്കുറിച്ചും രണ്ട് മുന്നണികളും വാതോരാതെ സംസാരിക്കുമ്പോൾ എന്താണ് NDAക്ക് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത്? ബൈജു കലാശാല എന്ന സ്ഥാനാർത്ഥി അത് സുപരിചിതനാണ്. പക്ഷേ മറ്റൊരു അംഗത്തട്ടിൽ നിൽക്കുമ്പോൾ മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം അംഗത്തട്ടിൽ നിന്ന പരിചയം നമുക്കൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ ആ തരത്തിലേക്ക് കൂടി അറിയപ്പെടുന്നയാളാണ് അദ്ദേഹം. ഇവിടെ ഈ കേരളത്തിലെ ഒരു സമുദായ സംഘടനയുടെ പ്രഗത്ഭമായ ഒരു സമുദായ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ താഴെത്തട്ടിൽ തൊട്ടേ പ്രവർത്തിച്ച് ആ പാർട്ടിയുടെ കൊടുംചതിക്കിരയായി ആ പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ച് അതിനുശേഷമാണ് അദ്ദേഹം സമുദായ പ്രവർത്തനത്തിന് പോയത്. അതിനുശേഷമാണ് ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അദ്ദേഹം അവസരം കിട്ടിയ അവസരങ്ങളിലൊക്കെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം നിന്ന് പഞ്ചായത്ത് ഭരണത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണത്തിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. ഈ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കും NDAയിലേക്കും നിരവധി നേതാക്കന്മാരാണ് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ CPM ആയാലും കോൺഗ്രസ് ആയാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ആ പാർട്ടി ഉപേക്ഷിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം രാജ്യത്തോട് സ്നേഹമുള്ള, രാജ്യത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന, ഭാരതത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അവർ BJPയിലേക്ക് ചേരുകയാണ്. അവരൊക്കെ BJPയോടൊപ്പം ചേർന്ന് നരേന്ദ്രമോദിയോടൊപ്പം ചേർന്നുകൊണ്ട് ഭാരതത്തിൻ്റെ വികസനത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ്. ഇവിടെ ഇവർ രണ്ടുപേരും പ്രസംഗിക്കുന്ന കേട്ടാൽ നമുക്ക് തോന്നുമ്പോൾ കേരളത്തിൽ മാത്രമുള്ളൂ ഈ മതനിരപേക്ഷതയും ഈ പറയുന്ന വർഗീയതയൊക്കെ കേരളത്തിൽ മാത്രമുള്ളൂ. കേരളത്തിന് വെളിയിലെല്ലാം അവരൊന്നിച്ചാണ്. കേരളത്തിൽ മാത്രം എന്തെങ്കിലും കിട്ടുമെന്ന ഒരു പ്രതീക്ഷയിൽ ഇരു മുന്നണികളും ചേർന്ന് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ചെങ്ങന്നൂർ നിയോജകമണ്ഡലത്തിലെ 3 പഞ്ചായത്തിൽ അവർ ഒന്നിച്ചാണ് ഭരിക്കുന്നത്. അപ്പോൾ അവർ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കാൻ ആസൂത്രിതമായി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളവരാണ്. ഒരാൾ കുറേ കാലമായി, ഇപ്പം നമ്മൾ പറയുമ്പോൾ നിലവിലുള്ള MP മാത്രമല്ല, UPA എന്ന ഭരണ സംവിധാനത്തിൽ മന്ത്രിയായിരുന്നിട്ടുള്ള വ്യക്തിയാണ് ഇവിടുത്തെ MP. ഇപ്പോൾ പറയുന്നത് BJP അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് അവർക്ക് പൈസ കിട്ടുന്നില്ല. എല്ലാ MP മാർക്കും ഒരുപോലെ പൈസ കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ MP പറയാതെ അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് അനുവദിക്കാൻ BJP സർക്കാർ തയ്യാറായിരുന്നു. പക്ഷേ ഒന്നും ആവശ്യപ്പെടാനോ ഒരു പ്രോജക്റ്റ് അവിടെ അവതരിപ്പിക്കാനോ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ ശ്രദ്ധപ്പെടുത്താനോ അവർക്ക് തയ്യാറായിട്ടില്ല. അദ്ദേഹം മന്ത്രിയായിരുന്ന അവസരത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് ചെയ്തില്ല? മന്ത്രിയായിരുന്നല്ലോ. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴാണല്ലോ വികസനത്തിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചതും അതിൻ്റെ വികസന പ്രവർത്തനം ആരംഭിച്ചതും. ചെറുനാട് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവും യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കാം. കേന്ദ്ര ഗവൺമെൻറ് അത് മുൻകൈ എടുത്തുകൊണ്ട് നടപടികൾ നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്ന അവസരത്തിൽ അതെങ്ങനെയെങ്കിലും അവിടെ പോയി അറിഞ്ഞ് അത് കൊണ്ടുവന്ന് അതിൻ്റെ ഉത്തരവോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു പേപ്പറുമായിട്ട് വന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങളാണിതൊക്കെ വരുത്തിയത് എന്ന് ശ്രമിക്കുന്ന MP മാരാണ് കേരളത്തിലുള്ളത്. അത് AM ആരിഫ് ആയാലും കൊടിക്കുന്നിൽ സുരേഷ് ആയാലും യഥാർത്ഥത്തിൽ നമ്മൾ പണ്ട് പറയുന്ന പോലെ 8 കാലം അമ്മൂഞ്ഞിൻ്റെ പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു പങ്കുമില്ല ഇക്കാര്യത്തിൽ. ഇവിടെ മന്ത്രിയായിരുന്ന അവസരത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കോവിഡ് വന്ന അവസരത്തിൽ എവിടെ ആയിരുന്നു MP? കോവിഡ് വന്നപ്പോൾ അവിടെ തുറന്നു ഓഫീസ്, ഇവിടെ തുറന്നു ഓഫീസ് എന്ന് പറയാം. ഈ ഓഫീസിൽ അദ്ദേഹം എപ്പോഴാണ് വന്നിട്ടുള്ളത്? ഇവിടുത്തെ ജനങ്ങളെ എന്താ കണ്ടിട്ടുള്ളത്? അതുപോലെ പ്രളയം ഉണ്ടായല്ലോ ഈ നാട്ടിൽ, അവിടെ എവിടെയായിരുന്നു? ഇവരൊരു നല്ല ധാരണയിലാണ്. കാരണം CPI മത്സരിക്കുന്ന ഒരു സീറ്റിൽ അവരെ സഹായിക്കാനൊന്നും ഇവിടുത്തെ CPMൻ്റെ ബഹുഭൂരിപക്ഷ നേതാക്കന്മാർക്കും ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു രഹസ്യ മുന്നണി എന്ന നിലയ്ക്ക് കോൺഗ്രസിനെ അങ്ങോട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPMനെ ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു രഹസ്യ മുന്നണി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് പരസ്യമാണ്. ഇവിടുത്തെ UDFിനകത്തുള്ള ഘടകകക്ഷികൾ ഇവിടുത്തെ മന്ത്രിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന രേഖകൾ പുറത്തു വന്നതാണ്, വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നതാണ്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്, മാവേലിക്കരയിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇവർ ഒരേ തൂവൽ പക്ഷികളാണ്, ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ഇവർ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി കേരളത്തിലെ സാധാരണ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നും അവിടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വരുമെന്നും കേരളത്തിലെ ഒരു ജനത്തിനും സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ കേന്ദ്ര ഗവൺമെൻറ് പ്രതികരിക്കുന്ന ഒരു MP മാവേലിക്കരയിൽ നിന്ന് വിജയിപ്പിക്കാൻ, ഈ കള്ള മുന്നണികൾക്കെതിരായി വിജയിപ്പിക്കാൻ മാവേലിക്കരയിലെ ജനങ്ങൾ തയ്യാറാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ബൈജു കലാശാല വൻപിച്ച കലാശാല തീർച്ചയായിട്ടും ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകും. അത് സംശയമൊന്നും വേണ്ട. അങ്ങനെയല്ലല്ലോ പറയാം. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആര് ജയിച്ചാലും കേന്ദ്രമന്ത്രിയാകുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. സുരേഷ് ഗോപി
ആറ്റിങ്ങൽ, അതുപോലെ തിരുവനന്തപുരം, ഇതെല്ലാം കേന്ദ്രമന്ത്രി വാഗ്ദാനങ്ങളുണ്ട്. കേരളത്തിൽ നിന്ന് 6 കേന്ദ്രമന്ത്രിമാർ UP ഭരിച്ചപ്പോൾ ഞങ്ങൾ 2 പേരെ കൂടെ കൊടുക്കും. എന്താ കേരളത്തിലെ ജനങ്ങളെ സ്നേഹിച്ച കുഴപ്പമുണ്ടോ? കേരളത്തിലെ ജനങ്ങളെ സ്നേഹിക്കാൻ BJPക്ക് അധികാരമില്ലേ? NDAക്ക് അധികാരമില്ലേ? ശരി, അപ്പൊ നമ്മുടെ വോട്ടേഴ്സിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് നിങ്ങൾക്ക്